ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു 2 മീറ്റർ ജോർജറ്റ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ടൗണിൽ പോയപ്പോൾ പരാഗ് ഫാഷൻസിൽ ഓഫറിൽ ഇട്ടിട്ടുണ്ടായ മെറ്റീരിയൽ ആയിരുന്നു. മീറ്ററിന് 10 രൂപ വെച്ചിട്ടായതുകൊണ്ട് അമ്മ കുറച്ച് കളേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കളറാണ് ഈ ഓറഞ്ച്. ഇത് 2 മീറ്ററാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ കുറച്ച് നാളായി ഒരു ഷറാറ സെറ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഇതിനെ കൊണ്ട് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു ഷറാറ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഷറാറ പാൻറ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. താഴെ ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർജിനായിട്ടും പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനുമായിട്ടും കൂടിയിട്ട് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ 1 ഇഞ്ച് ലൈൻ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ്. ആ 24 ഇഞ്ച് നമ്മൾ മാർജിൻ മാർക്ക് ചെയ്ത ആ ലൈനിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ലൈനാക്കി വരക്കാം. പിന്നെ ഇവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് 1 ഇഞ്ചിൻ്റെതാണ്. അപ്പം 2 ഇഞ്ചാണ് നമ്മൾ ബെൽറ്റിനായിട്ട് വെക്കുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ബെൽറ്റൊന്നും കൊടുക്കുന്നില്ല. ഈ പാൻറ്റിൻ്റെ ഈ ലൈനിങ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 24 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തു ബെൽറ്റിന് വേണ്ടിയിട്ട്. അതിവിടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് 2 ഇഞ്ചാണ് മുകളിലേക്ക്. ഇനി നമ്മൾ ഈ 24 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലെ അവിടെ വെച്ചിട്ട് താഴേക്ക് 9.5 ഇഞ്ച് ക്രോച്ച് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രോച്ച് വിട്ടായിട്ട് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു എൽ ഷേപ്പിൽ വരച്ച് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കും കൂടി ചെയ്യാം. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് ഇതുപോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അത് നമ്മുടെ തൈസിൻ്റെ വണ്ണാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പോട് കൂടിയിട്ട് തന്നെയാണ്. താഴെ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് ചെരിച്ചും കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫോൾഡ് വരുന്ന ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെയിൻ ക്ലോത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ ജോർജറ്റ് ഫാബ്രിക് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്ത് മാർക്ക് ചെയ്ത് തുടങ്ങാം. അടിയിൽ ഫ്രിൽസാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കി ഫ്രിൽസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് എടുത്ത് വെക്കാം. എന്നിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി ഇത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത പോലെ ഫോൾഡ് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പീസസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. 3 പീസും ഈ 2 വെച്ചിട്ടാണ് ഉള്ളത്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നമുക്ക് ആദ്യം ഫ്രിൽസിൻ്റെ 2 സൈഡും പീക്കോ ചെയ്തെടുക്കാം. പീക്കോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്നും കണ്ടു നോക്കൂ. അപ്പോൾ ഫ്രിൽസിനുള്ളതൊക്കെ നമ്മൾ 2 സൈഡും പീക്കോ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ പാൻറ് കട്ട് ചെയ്ത് വെച്ചതിന് ഒരു പീസ് ലൈനിങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 പീസ് ജോർജറ്റ് കട്ട് ചെയ്തത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു പീസ് ലൈനിങ് കൂടി വെച്ചിട്ട് ക്രോച്ച് ലെങ്ത്ത് കട്ട് ചെയ്തതിലൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് 2 ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പീസ് എടുത്തിട്ട് സെൻറ്റർ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൽ നിന്നും 3 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് 1 ഇഞ്ച് ഇപ്പുറത്തേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 മാർക്കിങ് കൂടി കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ടക്ക് പോലെ ഇട്ട് കൊടുക്കാം.
ഒരു 5 ഇഞ്ചാണ് നമുക്ക് ഈ ടക്കിനായിട്ട് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ മുകളിൽ എലാസ്റ്റിക് വെക്കാനുള്ള 2 ഇഞ്ച് കൂടി വിട്ടത് കൊണ്ട് ടോട്ടലി 7 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ടക്കൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ബാക്കിൽ മാത്രമാണ് എലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ലൈനിങ് മാത്രമേ ഫുൾ ലെങ്ത് ഉള്ളൂ. മെയിനായിട്ടുള്ള ക്ലോത്ത് നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഏകദേശം 1 ഇഞ്ച് മുകളിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ പോക്കറ്റോ അല്ലെങ്കിൽ സിബൊക്കെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്താ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ജോർജറ്റിൻ്റെ ഏകദേശം 1 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് അവിടെ അടിച്ച് നിർത്തി. അതിന് ശേഷം ലൈനിങ് മുകളിലേക്ക് ആക്കിയിട്ട് ജോർജറ്റ് മെറ്റീരിയൽ മാത്രമാണ് പിന്നെ സൈഡ് അടിച്ചു കൊടുക്കുന്നത്. സൈഡ് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്കിവിടെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രിൽസിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഓരോ പീസുകളുടെയും മുകൾ വശത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ലൂസായിട്ട് ഏറ്റവും വലിയ സ്റ്റിച്ച് ഏതാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒറ്റ സ്റ്റിച്ച് അടിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാദേഴ്സ് പോലെ കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പീക്കോ ചെയ്തതായതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ അത് കിടക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ ലെയറിനാണ് ഫ്രിൽസ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ലെയറിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന ഭാഗം. ഇതിനിങ്ങനെ മുകളിലായിട്ട് നല്ല വശത്തേക്ക് തന്നെ വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്രിൽസ് ഇട്ടു. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറിനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ വെച്ച ലെയറിൻ്റെ താഴെ വശത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു കാലിനേക്കുള്ള ഫ്രിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കാലിനുള്ള ഫ്രിൽസും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിത് 2 ഫ്രിൽസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് ഒരു കോംബോ ഓഫറിൽ 3 കളർ ലേസ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഈ ഫ്രിൽസിൻ്റെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രിൽസ് പാൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പാൻറ് എടുത്തിട്ട് അതിൻ്റെ ലൈനിങ് നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ലൈനിങ് കൂട്ടി അടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ അരികു വശം കൂടി ഒന്ന് പീക്കോ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ഗ്യാദേഴ്സ് ആക്കി കൊടുത്തിട്ട് ഈ താഴെ ഭാഗത്ത് നമുക്ക് ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ ലെയറും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനും കോട്ടാപ്പട്ടി ലേസ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് എടുക്കണം.
നമുക്ക് ഈ ജോർജറ്റ് മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കാനുണ്ടത്രേ, അത് ലാസ്റ്റ് ചെയ്യാം. നമുക്കിനി എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഷറാറ ഉള്ളത്. ഇനി നമുക്കിവിടെ 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതാദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ തിരിച്ചു വിട്ടിട്ട് ബാൻഡിന് വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെക്കുന്നതിന് മുന്നേ ആദ്യം ഇതുപോലെ 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാം. എലാസ്റ്റിക് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ്, 10 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്കിൽ മാത്രമേ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സൈഡ് വരുന്ന ആ ഒരു ഭാഗത്ത് എലാസ്റ്റിക് നമുക്കിതുപോലെ വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 3-4 അടിവ് കൊടുക്കാം, നമുക്ക് നല്ല ബലത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ മറ്റേ ഭാഗം എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് വരുന്നാട് നമുക്കിതുപോലെ തന്നെ വെച്ച് അടിച്ചു കൊടുക്കാം. അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇത്രയും ഭാഗം നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. ഈ എലാസ്റ്റിക് നമുക്ക് ഇത് നേരെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എലാസ്റ്റിക്കിലേക്ക് കയറാത്ത രീതിക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് ഈ ഭാഗം അഴിച്ച് മാറ്റാം. അപ്പം നമുക്ക് ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എലാസ്റ്റിക്കിൽ തട്ടാണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് വലിച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക്കിനെ കൊള്ളാത്ത രീതിക്ക് തന്നെ അടിച്ചെടുക്കാം. ഫ്രണ്ടിൽ ബാൻഡ് വരുന്ന സ്ഥലത്ത് നമുക്ക് മുകളിലും താഴെയായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം എലാസ്റ്റിക് ഒന്ന് നല്ലോണം വലിച്ചു പിടിച്ചിട്ട് നടുവിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം, പിന്നെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഷറാറേൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കും. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലൈനിങ് ഇവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നടുവിലൂടെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് ഓപ്പൺ വരുന്ന ഭാഗം. ഇതിന്റെ ലെങ്ത് ഇപ്പോൾ ഉള്ളത് 10.5 ഇഞ്ചാണ്. നമുക്ക് 10 ഇഞ്ച് മാത്രമേ ആവശ്യമുള്ളൂ. മുകളിൽ യോക്ക് പോർഷനിൽ മാത്രം ലൈനിങ് വെച്ചിട്ട് താഴെ ചെറിയൊരു ഫ്രില്ല് വെച്ച് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 10 ഇഞ്ച് മാത്രം ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലും താഴെയും 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് പോകുമ്പോൾ 9 ഇഞ്ചായിട്ട് വരും. നമുക്ക് ലെങ്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്. ബാക്ക് നെക്ക് ലെങ്ത് 2 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. ബാക്കിൽ സിബ് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നെക്ക് ലെങ്ത് 4.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത ബോക്സിൽ നമുക്ക് റൗണ്ട് ആക്കി വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വി നെക്കാണ് കൊടുക്കുന്നത്. ഇനി ഷോൾഡർ നമ്മുടെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ ആം ഹോളും 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് 6.5 ഇഞ്ചാണ്. പിന്നെ താഴത്തെ വണ്ണം വരുന്നത് 6 ഇഞ്ചും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഇതേപോലെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. താഴെ ഈ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പീസിനുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്കിൽ നമുക്കൊരു വി ഷേപ്പ് കൊടുക്കാം.
ഇനി നമുക്ക് ബാക്ക് ഭാഗം എടുത്തിട്ട് നമുക്കത് നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. സിബ് വെക്കാനുള്ളതാണ്. അതിന് ശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ലൈനിങ് നമ്മൾ തുണിയുടെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കാം. താഴെ ഭാഗം മാത്രമേ ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നില്ല, ബാക്കി എല്ലാ സൈഡിലൂടെയും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്ന തുണികളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ചിടാം. തിരിച്ചിടുമ്പം കോർണറൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശരിയാക്കി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കത്രികയുടെ കൂർത്ത ഭാഗം അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരികിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇൻവിസിബിൾ ആയിട്ടൊന്നും നിൽക്കൂല. അതിലിപ്പോൾ ഈ സിബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. നമുക്ക് ഇങ്ങനെയല്ല ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുക. പക്ഷെ നമ്മളിപ്പം ഫിനിഷ് ചെയ്തെടുത്തത് കൊണ്ട് പോലെ സിബിന്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പരമാവധി സൈഡിലൂടെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് താഴേക്ക് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മോഡൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അത് സക്സസ് ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞേ. ഈ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ലൈനിങ്ങിലാണ് ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണിയുടെ നല്ല വശത്തേക്ക് നമ്മൾ നേരത്തെ ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് താഴെ ഭാഗം ഒഴികെ ബാക്കി ആം ഹോളും ഷോൾഡറും നെക്കും ഒക്കെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിടാം. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലൈനിങ്ങിലാണ് ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ട ആരും പേടിക്കേണ്ട, ഒരു ഐഡിയ ഇല്ലാണ്ട് വരച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോട്ടാപ്പട്ടി ലേസ് നമുക്ക് ഇതുപോലെ ബോബിനിൽ അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിക്ക് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ബോബിനിൽ ഫുള്ളായിട്ട് ലേസ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേസിൽ ഇട്ട് കൊടുക്കാം. കേസിൽ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ നമുക്ക് ലൂസാക്കി കൊടുക്കണം. ഈ ലേസ് ഇതിലൂടെ സ്മൂത്തായിട്ട് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ജസ്റ്റ് തിരിച്ചിട്ട് നമുക്ക് ലൂസാക്കി കൊടുക്കാം. നമുക്ക് ഈ ബോബിൻ ഇതിലൂടെ ഇട്ടിട്ട് ഈ ഗ്യാപ്പിലൂടെ നമുക്ക് കൃത്യമായിട്ടൊന്ന് വലിച്ച് എടുക്കാം. വലിച്ചെടുത്തിട്ട് നല്ല ലൂസായിട്ട് തന്നെ, ഒരുപാട് ലൂസായിട്ടല്ല, നോർമലായിട്ട് ലേസ് വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ കേസ് നമ്മുടെ ഷട്ടിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ നൂല് കുത്തിയിട്ട് പുറത്തെടുക്കുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷെ ഇത് കുറച്ചൊരു പണിയുണ്ടാവും. അത് നമ്മൾ സൂചിയിലിട്ട് ആ നൂലൊന്ന് 2 സൈഡും കൂട്ടി പിടിച്ചിട്ട് മെല്ലിനൊന്ന് പൊക്കി കൊടുത്താൽ വരും. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ.
ഇനി നമ്മൾ ലൈനിങ് മുകളിൽ വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ വരച്ച ആ നെക്കിൻ്റെ ആ ഡിസൈനിലൂടെ കറക്റ്റാക്കി പതിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ നമ്മൾ ബോബിനിലല്ലേ ഗോട്ടപ്പട്ടി ഇട്ടത്, അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ അത് സിമ്പിളായിട്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലേസ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഒരു നെക്കൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിനുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ജോർജറ്റ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വിഡ്ത്ത് വന്നത് 6.5 ഇഞ്ച്. ലെങ്ത്ത് നമുക്ക് ഞാനിങ്ങനെ താഴേക്ക് ഒരു പഫ് പോലെ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള ലെങ്ത്ത് 8 ഇഞ്ച് മതിയാവും. 8 ഇഞ്ച് എന്ന് വെച്ചാൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 7 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിന് കൊടുക്കുന്ന ലെങ്ത്ത്. ഇനി നമുക്ക് ആം ഹോൾ വെച്ചിട്ട് ഒന്ന് സ്ലീവ് മാർക്ക് ചെയ്ത് നോർമലായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴത്തെ വിഡ്ത്ത് ഞാൻ എടുത്തത് 4.5 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 7 ഇഞ്ച് നമുക്ക് പ്ലെയിനായിട്ട് പോയി, ബാക്കിയാണ് നമ്മൾ ചെറിയൊരു പഫ് പോലെ കൊടുക്കുന്നത്. അതിനായിട്ട് ഫ്രില്ല് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 5 ഇഞ്ചാണ്. വിഡ്ത്ത് നമുക്ക് ഇപ്പം നമ്മൾ താഴെ കൈവണ്ണം കൊടുത്തതിൻ്റെ ഡബിളായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ അത് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോയതാണ്, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് നമ്മൾ നോർമൽ പഫ് സ്ലീവ് തയ്ക്കുന്ന കണക്ക് തന്നെ താഴെ ഒരു ബാൻഡ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തു. മുകളിൽ സ്ലീവിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തേക്ക് ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് നോർമലായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ടോപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് താഴത്തെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്കിലേക്കുള്ള പീസ് ഞാൻ പ്ലീറ്റ് ഇട്ടിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ളത് എന്ന് വെച്ചാൽ അത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഗ്യാദേഴ്സ് ആക്കി കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്രണ്ടിൽ വരുന്ന 2 പീസിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഗോട്ടാപ്പട്ടി ലേസ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്യാദേഴ്സ് ആയിട്ട് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത്. ഇതുപോലെ ഗോട്ടാപ്പട്ടി ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്, താഴെ ലൈനിങ് ഇല്ല. ബാക്കിൽ നമ്മൾ പ്ലീറ്റ് നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഒരു കെട്ടും കൂടി വെച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് കെട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിവിടെ കുറച്ച് അലങ്കാരപ്പണികളും കൂടി ബാക്കിയുണ്ട്. കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചെടുക്കാം. അതൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല ലെങ്ത് ആയിട്ട് ഉണ്ടാവും. ഇതെൻ്റെ ഷറാറ സെറ്റിലെ ഫസ്റ്റ് ട്രൈ ആണ്. ഒരു ഷാൾ കൂടി സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ മെറ്റീരിയൽ തികഞ്ഞില്ല. എന്നാലും 20 രൂപക്ക് കിട്ടിയ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ട് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എനിക്ക് പിന്നെ ഒരു കുഞ്ഞു വാവയുള്ളത് കൊണ്ട് അവൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് മോളിട്ടിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഇത് മോളിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ അയച്ചാണ്. ബൈ.